ആക്ടിങ് ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ഫോളോയിങ് ഉണ്ടാക്കാൻ കഴിയുന്ന, ഏറ്റവും അധികം പണം സമ്പാദിക്കാൻ കഴിയുന്ന, ഒരു നാടിൻ്റെ ഭരണം വരെ നേടിത്തരാൻ ശേഷിയുള്ളൊരു ആർട്ട് ഫോമാണ് ആക്ടിങ്. ആക്ടിങ്ങിന് പ്രധാനമായി 2 സ്കൂളുകളാണുള്ളത്: മെത്തേഡ് ആക്ടിങ്, നാച്ചുറൽ ആക്ടിങ്. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, മമ്മൂട്ടി കഥാപാത്രമായി മാറും, മോഹൻലാൽ കഥാപാത്രത്തെ താനാക്കി മാറ്റും, അല്ലെങ്കിൽ മോഹൻലാൽ കഥാപാത്രമായി ജീവിക്കും, മമ്മൂട്ടി കഥാപാത്രമായി അഭിനയിക്കും. നിങ്ങളിതിൽ ഏത് നടൻ്റെ ആരാധകനാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം. പക്ഷേ നമ്മൾ ഒഫീഷ്യൽ നിർവചനങ്ങളായിരിക്കും നോക്കുക. നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ സിറ്റുവേഷനിലേക്ക് നിങ്ങളെ പ്ലേസ് ചെയ്തിട്ട് നാച്ചുറലായിട്ട് റിയാക്ട് ചെയ്യുക. അതാണ് നാച്ചുറൽ ആക്ടിങ്. ബ്രാഡ് പിറ്റിനെ പോലുള്ള സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടുള്ള ആക്ടേഴ്സാണ് കൂടുതലായിട്ട് നാച്ചുറൽ ആക്ടർ എന്നൊരു കാറ്റഗറിയിൽ വരിക. നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ചാണ്. ദുൽഖർ സൽമാൻ നാട്ടിൻ പുറത്താനായിട്ട് അഭിനയിക്കാൻ നോക്കി സ്ട്രഗിൾ ചെയ്യുന്നൊരു സിനിമയുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ തോമസ് വൈക്കം മുഹമ്മദ് ബഷീറായിട്ട് അഭിനയിക്കാൻ നോക്കി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ആക്ടേഴ്സിന് അവരുടെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ വരുമ്പോൾ അവർക്കത് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ വരുന്നത്. മെത്തേഡ് ആക്ടിങ് റഷ്യയിലെ തിയേറ്റർ ആക്ടറും ഡയറക്ടറും ഒക്കെ ആയിരുന്ന സ്റ്റാലിൻസ്ലാവ്സ്കി ഡെവലപ്പ് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു അഭിനയം മാത്രം ഉണ്ടായിരുന്നൊരു കാലത്താണ് പുള്ളി കഥാപാത്രങ്ങളുടെ സൈക്കോളജിയിലേക്ക് എത്താൻ മെത്തേഡുകൾ യൂസ് ചെയ്യുക എന്നൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനെ ഒരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തൻ്റെ ആക്ടേഴ്സിന് ഇതുകൊണ്ട് മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നതൊക്കെ മനസ്സിലാക്കി പുള്ളി അത് പിന്നീട് റിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പേ ഉള്ള വെർഷനാണ് ഹോളിവുഡിലെത്തുന്നത്, അതായത് ആദ്യത്തെ സ്റ്റാലിൻസ്ലാവ്സ്കിയുടെ മെത്തേഡ് ആക്ടിങ് വെർഷൻ. കാരണം ഹോളിവുഡ് ഒരു കാന്തം പോലെയാണ്, അതായത് ഏറ്റവും അധികം പണം ഒഴുകുന്ന ഇൻഡസ്ട്രിയാണ്. സോ ഒരു കാന്തം പോലെ ലോകം മുഴുവനുള്ള ടാലൻറ്റുകളെ ഹോളിവുഡിലേക്ക് ആകർഷിക്കുന്നൊരു ഇൻഡസ്ട്രിയാണത്. ഈ മെത്തേഡ് ആക്ടിങ് ഉണ്ടായ ഉടനെ ആ ഒരു ഫോം ഹോളിവുഡിലേക്ക് എത്തുന്നത്. ഹോളിവുഡിൽ ഇതിന് പ്രധാനമായി 2 ബ്രാഞ്ചുകളാണ് ഉണ്ടായത്. ഈ ഓരോ ബ്രാഞ്ചിൽ നിന്നാണ് മാർലോൺ ബ്രാൻഡോയും ഡാനിയൽ ഡേ ലൂയിസും വരുന്നത്. ഡാനിയൽ ഡേ ലൂയിസ് മെത്തേഡ് ആക്ടിങ്ങിന് അതിൻ്റെ എക്സ്ട്രീമുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു ആക്ടറാണ്. അതായത് ഗ്യാങ്സ് ഓഫ് ന്യൂയോർക്കിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് 1800കളിൽ നടക്കുന്ന കഥയാണ്. സോ പീരീഡ് അക്യുറേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് വളരെ തണുത്ത സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് പോലും പുള്ളി ഓവർകോട്ട് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ന്യൂമോണിയൊക്കെ വന്ന് ജീവൻ വരെ അപകടത്തിലാവുന്നൊരു സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു പടത്തിൽ വീൽ ചെയറിലിരിക്കുന്ന ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിൽ ഫുൾ ടൈം വീൽ ചെയറിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ലൊക്കേഷൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ ഇരിക്കുന്ന ആളുകൾ, ഏറ്റവും ശമ്പളം കുറവുള്ള, ഏറ്റവും വർക്ക് ലോഡുള്ള ആളുകളായിരിക്കും പുള്ളീനെ ഉരുട്ടിക്കൊണ്ട് നടക്കേണ്ടത്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡാനിയൽ ഡേ ലൂയിസാണ് ലെജൻഡറി ആക്ടറാണ്, 3 ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ലെജൻഡറി പെർഫോമൻസിലാണ് പുള്ളി ചെയ്യുന്ന എല്ലാം. അതുകൊണ്ട് ആരും വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ഒന്നും പറയാൻ നിന്നില്ല. ജാറഡ് ലെറ്റോ സൂയിസൈഡ് സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ലൊക്കേഷനിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുകയും തൻ്റെ കോസ്റ്റാറായിരുന്ന മാർഗോട്ട് റോബിക്ക് ചത്ത എലിയെ പാഴ്സലായി അയച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും സൈക്കോത്തരങ്ങളെ കാണിച്ചതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ്: ദ വേഴ്സ്റ്റ് ജോക്കർ ഓഫ് അവർ ലൈഫ് ടൈം. താങ്ക്ഫുള്ളി ഇന്ത്യയിൽ ഇത്ര എക്സ്ട്രീം സിറ്റുവേഷൻസൊന്നും ഉണ്ടായിട്ടില്ല. നോട്ടബിളായിട്ടുള്ളത് പറയാനുള്ളത്, പത്മാവതിക്ക് വേണ്ടിയിട്ട് കിൽജിയുടെ സൈക്കോളജിയിലേക്ക് എത്താൻ രൺവീർ സിംഗ് സെൽഫ് ഐസൊലേറ്റ് ചെയ്തതാണ്. അത് അണ്ടർസ്റ്റാൻഡബിളാണ്, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അതുപോലെ തന്നെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾക്ക് വേണ്ടിയിട്ട് രേവതി തെരുവ് സംഘങ്ങൾക്കൊപ്പം മുറുക്കി തുപ്പി കറങ്ങി നടന്നിട്ടുണ്ടെന്ന് വായിച്ചിട്ടുണ്ട്. ഇതല്ലാതെ പ്രധാനമായും നമ്മുടെ മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. വെയിറ്റ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ടൈം ഷെഡ്യൂളും ഇതിനൊരു കാരണമായേക്കാം. കാരണം ഹോളിവുഡിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ 10 സിനിമ ചെയ്യും. ഇപ്പോൾ മമ്മൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഭാസ്കര പട്ടേലറായിട്ടും പൊന്തമ്മാടിലെ മാടയായിട്ടും ഒരേ വർഷം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സോ ഈ മെത്തേഡ് ഉപയോഗിച്ചുള്ള മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞ സാധനം പോസിബിൾ അല്ലാത്തത് കൊണ്ടാവാം ഇവിടെ നമ്മുടെ ടൈം ഷെഡ്യൂളിലും നമ്മുടെ രീതികൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു മെത്തേഡ് ആക്ടിങ് രൂപാന്തരപ്പെട്ട് വന്നത്. അതിനി സ്റ്റാലിൻസ്ലാവ്സ്കി റിഫൈൻ ചെയ്ത സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണോ, ഇവിടുത്തെ രീതികൾക്കനുസരിച്ച് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ആക്കിയതാണോ എന്താണെന്ന് അറിയില്ല. മെത്തേഡ് ആക്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഇത് കോമാളിത്തരമായി മാറുമെന്നുള്ളതാണ്. സോ എല്ലാ ആക്ടിങ് പെർഫോമൻസുകളെയും, എല്ലാ ആക്ടേഴ്സിനെയും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? മെത്തേഡ് ആക്ടർ, നാച്ചുറൽ ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ ചില സിനിമകളിൽ നാച്ചുറൽ ആക്ടറായിട്ടും ചില സിനിമകളിൽ മെത്തേഡ് ആക്ടറായിട്ടാണ് ഫീൽ ചെയ്യുക. അതുപോലെ ഏറ്റവും നല്ല ഉദാഹരണം ശോഭനയുടെ മണിച്ചിത്രത്താഴാണ്. ഗംഗ ഒരു നാച്ചുറൽ ആക്ടർ പെർഫോമൻസും നാഗവല്ലി മെത്തേഡ് ആക്ടിങ്ങുമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.
സോ ഈ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്കുന്നതൊക്കെ മെത്തേഡ് ആക്ടിങ്, ഈ സൈഡിൽ നിൽക്കുന്ന നാച്ചുറൽ ആക്ടിങ്, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു മീനിങ് ഫുൾ കൺക്ലൂഷൻ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് പറയാൻ കഴിയുന്നത് എവരിഡേ ക്യാരക്ടേഴ്സ് എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് ഈ നാച്ചുറൽ ആക്ടേഴ്സും, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്, അൺറിയലിസ്റ്റിക് സെറ്റപ്പ് അങ്ങനത്തുള്ള ക്യാരക്ടേഴ്സിന് ആവശ്യമുള്ളപ്പോൾ മെത്തേഡ് ആക്ടിംഗ് ആണ് ബെറ്റർ, സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് മാത്രമാണ് ഒരേ ഒരു മീനിങ് ഫുൾ കൺക്ലൂഷൻ പറയാൻ കഴിയുന്നത്. വൺ ഈസ് ഇൻ നെസസറിലി ബെറ്റർ ദാൻ ദി